പ്രകൃതി വരച്ച ചിത്രം പോലെ മനോഹരിയായ കുട്ടനാട്. തെങ്ങിൻ തോപ്പുകളുടെയും നെൽവയലുകളുടെയും പച്ചപ്പിൻ്റെ ലഹരിയിൽ നദികളുടെയും ജലാശയങ്ങളുടെയും സംഗീതം പേറുന്ന കുട്ടനാട്ടിൽ പമ്പ മണിമലയാറിൻ്റെ തലോടലേറ്റുറങ്ങുന്ന മാമ്പുഴക്കരി എന്ന കൊച്ചു ഗ്രാമം. ഈ പ്രദേശത്ത് ഒരു ദേവാലയം ഉണ്ടാവണം എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പൗരധ്വനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന ശ്രീ KM ചാക്കോ കരുവേലിത്തറ പമ്പ മണിമലയാറിൻ്റെ തീരത്ത് മാമ്പുഴക്കരിയിൽ പുതുവൽ നികത്തി എടുക്കുകയും സ്വന്തം ചെലവിൽ സർക്കാരിൽ നിന്നും പള്ളിക്ക് വേണ്ടി ഈ സ്ഥലം പതിച്ചെടുക്കുകയും ചെയ്തു. ഇവിടെയാണ് മാമ്പുഴക്കരി ലൂർദുമാതാ ദേവാലയത്തിൻ്റെ തുടക്കം. ആരംഭകാലത്ത് ശ്രീ ഔതച്ചൻ വെങ്ങാന്തറ, പാപ്പച്ചൻ കൊണ്ടകശ്ശേരി എന്നിവർ KM ചാക്കോയോടൊപ്പം സഹായത്തിനുണ്ടായിരുന്നു. ഓലമേഞ്ഞ ഒരു ഷെഡിൽ കോട്ടയം രൂപതയുടെ കീഴിലാണ് ആദ്യം ദേവാലയം ആരംഭിച്ചത്. 1933 കോട്ടയം രൂപതയുടെ അഭിവന്ദ്യ മെത്രാൻ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ ഈ ഷെഡ് വെഞ്ചരിക്കുകയും ലൂർദ് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്ന് തന്നെ പുതിയ ദേവാലയത്തിന് തറക്കല്ലിടുന്ന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. ആറ്റിൽ നിന്നും നികത്തിയെടുത്ത സ്ഥലത്ത് പള്ളി സ്ഥാപിച്ച് മാതാവിനെ പ്രതിഷ്ഠിച്ചതിനാൽ ആറ്റിൽപ്പള്ളി മാതാവ് എന്നാണ് പല പൂർവികരും വിളിച്ചിരുന്നത്. ഇന്നും പലരും അങ്ങനെ തന്നെ വിളിച്ചു പോരുന്നു. ആദ്യകാലങ്ങളിൽ ഈ പള്ളി കോട്ടയം രൂപതയുടെ കീഴിലുള്ള വെളിയനാട്ടുള്ള മിഖായേൽ പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ മിഖായേൽ പള്ളിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ചാലയങ്ങാടി അച്ഛനും മറ്റ് വൈദികരുമാണ് ഇവിടെയെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് പോന്നിരുന്നത്. ഈ പ്രദേശത്തുള്ള വിശ്വാസികളിൽ ഭൂരിഭാഗവും ചങ്ങനാശ്ശേരി അതിരൂപതാംഗങ്ങൾ ആകയാൽ ചങ്ങനാശ്ശേരി അതിരൂപത ഈ പള്ളി ഏറ്റെടുക്കണം എന്ന ശ്രീ KM ചാക്കോയുടെയും പ്രദേശവാസികളായ വിശ്വാസികളുടെയും നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം 1935 മാമ്പുഴക്കരി ലൂർദ് മാതാ ദേവാലയം ചങ്ങനാശ്ശേരി അതിരൂപത ഏറ്റെടുക്കുകയും മിത്രക്കരി സെൻറ്റ് സേവിയേഴ്സ് പള്ളിയുടെ കുരിശു പള്ളിയായി മാറ്റുകയും ചെയ്തു. അതിനുശേഷം മിത്രക്കരി പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദികർ എത്തിയാണ് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പോന്നിരുന്നത്. കുറച്ചുനാൾ മുട്ടാർ അർത്തിശ്ശേരി ഗോവേന്ദയിൽ നിന്നും വൈദികരെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. മിത്രക്കരി പള്ളിയുടെ കുരിശുപള്ളി ആയതിനാൽ ആവണം കൊച്ചുപള്ളി എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ആദ്യകാലങ്ങളിൽ കൈക്കാരനായിരുന്ന കരുവേലിത്തറ ശ്രീ ജോസഫിനെ പ്രത്യേകം സ്മരിക്കുന്നു. മന്ത്രിയായിരുന്ന ശ്രീ KM കോരയും കുടുംബവും ഏറ്റെടുത്ത് നടത്തിയ 1952 മാമ്പുഴക്കരി പള്ളി തിരുനാൾ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. പമ്പ ആറ്റിലൂടെ അനേകം ബോട്ടുകളുടെ അകമ്പടിയോടെ നടത്തപ്പെട്ട വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണം ഏറെ പ്രസിദ്ധമാണ്. മാമ്പുഴക്കരിയിലെ ജനങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തെ തുടർന്ന് 1960 മാമ്പുഴക്കരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് ഇവിടെ ഒരു LP സ്കൂൾ ആരംഭിക്കുവാൻ സാധിച്ചു. ഇതിൽ ശ്രീ ചെറിയാച്ചൻ മരത്തിനാലിൻ്റെ നേതൃത്വം പ്രത്യേകം സ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട പീലിപ്പോസ് ചെമ്മുന്തറ അച്ഛൻ തൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സ്കൂളിനായി വിട്ടു നൽകുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്മരണാർത്ഥം സ്കൂളിന് ഫാദർ പീലിപ്പോസ് മെമ്മോറിയൽ LP സ്കൂൾ എന്ന പേര് നൽകുകയും ചെയ്തു. 1967 ബഹുമാനപ്പെട്ട വൈദികർക്ക് താമസിക്കുന്നതിനായി ശ്രീ ഐസക് ജോസഫ് കരുവേലിത്തറയുടെ നേതൃത്വത്തിൽ ഇടവകയിൽ നിന്നും ധനസമാഹരണം നടത്തി പള്ളിയോട് ചേർന്ന് വൈദിക മന്ദിരം പണി കഴിപ്പിച്ചു. വെളിയനാട് ശ്രീ പുത്തൻപുര അപ്പച്ചനും മുൻനിരയിലുണ്ടായിരുന്നു. തുടർന്ന് ഇവിടുത്തെ വിശ്വാസികളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് 1968 ബഹുമാനപ്പെട്ട ജോൺ പുരക്കൽ അച്ഛനെ വികാരിയായി നിയമിച്ചു. തുടർന്ന് വികാരിയായി എത്തിയത് ബഹുമാനപ്പെട്ട സേവ്യർ കുന്നിപ്പറമ്പിൽ അച്ഛനായിരുന്നു. ഇക്കാലത്താണ് പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന 2 ഏക്കർ വയൽ പള്ളിക്കായി കരുവേലിത്തറ കുടുംബത്തിൽ നിന്നും തീരെഴുതി ലഭിച്ചത്. പള്ളിക്ക് ലഭിച്ച വയലിൻ്റെ ഒരു ഭാഗം സിമിത്തേരിക്കായും മറ്റൊരു ഭാഗം പുതിയ പള്ളിക്കായും
കട്ടയിട്ട് നികത്തിയത് ഇക്കാലത്താണ്. ഇക്കാലങ്ങളിലെല്ലാം ദീർഘകാലം പള്ളിയുടെ കൈക്കാരനായി സേവനമനുഷ്ഠിച്ച ശ്രീ അവരാച്ചൻ കരുവേലിത്തറയുടെയും കണക്കനായിരുന്ന കൈലാത്ത് ശ്രീ മാത്തപ്പൻ്റെയും സേവനം വളരെ വിലപ്പെട്ടതാണ്. കുന്നിപ്പറമ്പിൽ അച്ഛനെ തുടർന്ന് വികാരിയായി എത്തിയ ബഹുമാനപ്പെട്ട ജോസഫ് കാളാശ്ശേരി അച്ഛൻ്റെ കാലത്ത് മിത്രക്കരി പള്ളിയുടെ കുരിശുപള്ളിയായ മാമ്പുഴക്കരി പള്ളിയെ ഒരു സ്വതന്ത്ര ഇടവകയാക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുകയും പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന വയലിൻ്റെ നികത്തിയ ഭാഗത്ത് സിമിത്തേരി നിർമ്മിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കാളാശ്ശേരി അച്ഛൻ മുൻകൈയെടുത്താണ് മാമ്പുഴക്കരിയിൽ അന്ന് ഒരു ഗായക സംഘം രൂപീകരിച്ചത്. കൊയർ ലീഡറായിരുന്ന ശ്രീ ജോസ് തേവേരിയോടൊപ്പം ഔസേപ്പച്ചൻ തുണ്ടിയിൽ, ജിമ്മി ആൻ്റണി ചിറത്തറ, മാത്തുക്കുട്ടി കൺട്രുമ്പാക്കൽ, സിവിച്ചൻ കൊല്ലൻ്റെ കിഴക്കേതിൽ, 15 സിസ്റ്റേഴ്സ് എന്നിവരും ഉണ്ടായിരുന്നു. 1976 മാർച്ച് മാസത്തിൽ അഭിവന്ദ്യ മാർ ആൻ്റണി പടിയറ പിതാവ് മാമ്പുഴക്കരി ലൂർദുമാത ഇടവകയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തി. തുടർന്നെത്തിയ വികാരിമാരിൽ പലരും പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയപഥത്തിൽ എത്തിയില്ല. വർഷങ്ങളോളം ഇടവകയുടെ കണക്കനായി സേവനം ചെയ്ത ശ്രീ സിബി ഒ അങ്കമാലി 1986 തൽസ്ഥാനത്ത് നിന്ന് മാറുകയും തുടർന്ന് ശ്രീ ജിമ്മി ആൻ്റണി ചിറത്തറ താൽക്കാലിക കണക്കനായി ചാർജ് എടുക്കുകയും ചെയ്തു. 1987 ബഹുമാനപ്പെട്ട തോമസ് മാലിയിലച്ചൻ വികാരിയായി എത്തിയ ശേഷം പുതിയ ദേവാലയ നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇടവകയെ 8 വാർഡുകളാക്കി തിരിക്കുകയും ഓരോ വാർഡിനും വാർഡ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പ്രാർത്ഥനാ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ഈ കൂട്ടായ്മകളിൽ വച്ച് പുതിയ ദേവാലയത്തിൻ്റെ ആവശ്യകത ജനങ്ങളിൽ വളർത്തുകയും ചെയ്തു. തുടർന്ന് 1989 ഏപ്രിൽ 21 പൊതുയോഗം കൂടുകയും പള്ളിക്കായി നികത്തി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് പുതിയ ദേവാലയം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ശ്രീ ജോസഫ് കോര കരുവേലിത്തറ ജനറൽ കൺവീനറും കൈക്കാരന്മാരും വാർഡ് ലീഡേഴ്സും അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ പള്ളിയുടെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ശ്രീ മാത്യു ചാക്കോ 40-ാം കളം, ശ്രീ സിബി ജോസഫ് വെങ്ങാന്തറ എന്നിവരായിരുന്നു അന്നത്തെ കൈക്കാരന്മാർ. പുരുഷന്മാരായ വാർഡ് ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഭവനങ്ങളിൽ എല്ലാ ആഴ്ചയും ധനസമാഹരണവും വനിതാ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ അരിമുട്ടപ്പിരിവും ആരംഭിച്ചു. അന്ന് ആരംഭിച്ച അരിപ്പിരിവ് ഇന്നും നമ്മൾ തുടരുന്നു. കാറ്റും മഴയും മഞ്ഞും മറ്റു പ്രതിസന്ധികളൊന്നും അവരെ തളർത്തിയില്ല. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: പുതിയ ഒരു ദേവാലയം. ധനസമാഹരണം വളരെ തീഷ്ണതയോടെ നടന്നുകൊണ്ടിരിക്കെ തന്നെ 1990 മെയ് 6 ചങ്ങനാശ്ശേരി അതിരൂപതാ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ മാർ ജോസഫ് ഭവത്തിൽ ദേവാലയത്തിന് തറക്കല്ലിട്ടു. തുടർന്ന് പണികൾ ആരംഭിച്ചു. പള്ളിയുടെ നികത്താനുണ്ടായിരുന്ന വയലും വെള്ളക്കെട്ടുണ്ടായിരുന്ന പള്ളിയുടെ പരിസര പ്രദേശങ്ങളും ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണടിച്ച് നികത്തി ഇന്ന് കാണുന്ന നിലയിലാക്കി. ബഹുമാനപ്പെട്ട വികാരിയുടെയും ജനറൽ കൺവീനറുടെയും കൈക്കാരന്മാരുടെയും വാർഡ് ലീഡേഴ്സിൻ്റെയും പിന്നിൽ ഇടവക ജനം ഒരുമയോടെ കൈകോർത്തപ്പോൾ മാമ്പുഴക്കരിയുടെ സ്വപ്നം സഫലമാകുകയായിരുന്നു. നാട്ടിലുള്ളവരെ കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇടവകക്കാരും പരമാവധി സഹായിച്ചു. പുരുഷന്മാരും യുവജനങ്ങളും കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമെല്ലാം കൈമെയ് മറന്ന് ഒന്നിച്ചപ്പോൾ കല്ലിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം ബാധ്യതകളൊന്നും നീക്കിവെക്കാതെ മാമ്പുഴക്കരിയുടെ മണ്ണിൽ ലൂർദ് മാതാവിൻ്റെ നാമധേയത്തിലുള്ള പുതിയ ദേവാലയം പണിതുയർന്നു. 1994 മാർച്ച് 5 അഭിവന്ദ്യ മാർ ജോസഫ് പൗത്തിൽ പിതാവ് ദേവാലയം കൂദാശ ചെയ്തു. ഒരു ജനതയുടെ ഒത്തൊരുമയുടെയും വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അതിലൂടെയുള്ള വിജയത്തിൻ്റെയും അടയാളമായി ഈ ദേവാലയം നിലകൊള്ളുന്നു. നിർമ്മാണവേളയിൽ നമ്മോട് ചേർന്ന് പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി പാറയിൽ തിരുഹൃദയ മഠത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റർ അൽബീന SH, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോസീന SH ഇവരെ പ്രത്യേകം സ്മരിക്കുന്നു.
1994 ഡിസംബർ 26 മാമ്പുഴക്കരി ഇടവകയിൽ തിരുഹൃദയ സന്യാസിനികളുടെ ഒരു മഠം സ്ഥാപിതമായി പ്രവർത്തനം ആരംഭിച്ചു. 1996 സിമിത്തേരിയിലെ കല്ലറകളുടെ ഉയരം കൂട്ടി പുനരുദ്ധരിക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട ജോൺ മുള്ളമ്പാറ അച്ഛനായിരുന്നു വികാരി. ശ്രീ ജേക്കബ് ജോൺ വെങ്ങാന്തറയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. ജോർജ് പി കൈലാത്ത്, PC തോമസ് പനിക്ക് എന്നിവരായിരുന്നു കൈക്കാരന്മാർ. 2002 ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നശ്ശേരി വികാരിയായിരിക്കുമ്പോൾ പള്ളിയുടെ പ്രവേശന കവാടത്തോട് ചേർന്ന് ഒരു ചെറിയ കുരിശടി നിർമ്മിച്ചു. ശ്രീ VC ജോസഫ് വലയാട്ട്, ശ്രീ തോമസ് കുട്ടി പനിക്കീൽ എന്നിവരായിരുന്നു കൈക്കാരന്മാർ. 2004 ഡിസംബർ 15 സൺഡേ സ്കൂൾ ഹാളിന് തറക്കല്ലിട്ടു. ബഹുമാനപ്പെട്ട മാർട്ടിൻ തൈപ്പറമ്പിൽ അച്ഛനായിരുന്നു വികാരി. പനിക്കയിൽ ശ്രീ PC ജോസഫിനായിരുന്നു ആദ്യകാലങ്ങളിൽ നിർമ്മാണ ചുമതല. തുടർന്ന് വികാരിയായി എത്തിയ ബഹുമാനപ്പെട്ട മാത്യു പടിഞ്ഞാറേക്കുറ്റച്ഛൻ സൺഡേ സ്കൂൾ ഹാൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. കുടുംബക്കല്ലറകൾ അനുവദിക്കുന്നതിനുള്ള തീരുമാനം എടുത്തത് അക്കാലത്താണ്. 2010 ഫെബ്രുവരി 6 സിമിത്തേരിയിൽ ഒരു ചാപ്പൽ നിർമ്മിച്ച് വെഞ്ചരിച്ചു. ബഹുമാനപ്പെട്ട തോമസ് പ്ലാത്തോട്ടം അച്ഛനായിരുന്നു അന്നത്തെ വികാരി. തുടർന്ന് ബഹുമാനപ്പെട്ട ജോബി മൂലയിലച്ഛൻ വികാരിയായിരിക്കുമ്പോൾ സൺഡേ സ്കൂൾ ഹാൾ നിർമ്മാണം പൂർത്തീകരിക്കുകയും 2010 ഓഗസ്റ്റ് 15 അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ട പിതാവ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ശ്രീ ദേവസ്യ ആൻ്റണി ഒരുപറ, ശ്രീ മാത്യു ചാക്കോ 40 എന്നിവരായിരുന്നു കൈക്കാരന്മാർ. ശ്രീ സിബി ജോസഫ് വെങ്ങാന്തറയായിരുന്നു കൺവീനർ. പള്ളിക്ക് മുമ്പിൽ സ്ഥാപിതമായിരിക്കുന്ന കൽക്കുരിശ് വെഞ്ചരിച്ചത് 2011 ഫെബ്രുവരി 10 കൊടിമരം വെഞ്ചരിച്ചത് 2012 തിരുനാളിനോടനുബന്ധിച്ച് ഫെബ്രുവരി 9 2013 നിലവിലുള്ള പള്ളിയുടെ ഉൾവശം ഉയർത്തി പുനരുദ്ധരിക്കുകയും 2013 ഡിസംബർ 21 അഭിവന്ദ്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് പള്ളി ആശീർവദിക്കുകയും ചെയ്തു. ശ്രീ തോമസ് വർഗീസ് ഇടയാടിൽ, ശ്രീ തോമസ് കുട്ടി പനിക്ക് എന്നിവർക്കായിരുന്നു നിർമ്മാണ ചുമതല. ശ്രീ ജോസുകുട്ടി കറുകപ്പറമ്പ്, ശ്രീ PC ജോസഫ് പനിക്കയിൽ എന്നിവരായിരുന്നു കൈക്കാരന്മാർ. ബഹുമാനപ്പെട്ട മാർട്ടിൻ മുടന്താഞ്ചലി അച്ഛനായിരുന്നു വികാരി. അച്ഛൻ്റെ കാലത്ത് തന്നെ പഴയ വൈദിക മന്ദിരം പൊളിച്ച് പുതിയത് നിർമ്മിച്ചു. പുതിയ വൈദിക മന്ദിരം 2014 ഒക്ടോബർ 19 അഭിവന്ദ്യ മാർ ജോസഫ് ഭവത്തിൽ പിതാവ് വെഞ്ചരിച്ചു. ശ്രീ സിവി തോമസ് കൈലാത്ത്, ശ്രീ ഉമ്മച്ചൻ കരുവേലിത്തറ 30 എന്നിവർക്കായിരുന്നു നിർമ്മാണ ചുമതല. AC റോഡരികിൽ ഒരു കുരിശടി എന്ന ഇടവകയുടെ സ്വപ്നം പൂവണിഞ്ഞത് 2015 ശ്രീ ജോളി കാരകാട്ട് ഇടവകയ്ക്ക് സംഭാവന ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച കുരിശടി 2015 ഓഗസ്റ്റ് മാസത്തിൽ അഭിവന്ദ്യ മാർ ജോസഫ് പെരുന്തോട്ടം ആശീർവദിച്ചു. ശ്രീ കുട്ടപ്പൻ വലയാട്ട്, ശ്രീ സെബാസ്റ്റ്യൻ തട്ടാശ്ശേരി എന്നിവരായിരുന്നു കൈക്കാരന്മാർ. പുതിയ ദേവാലയ നിർമ്മാണത്തിൻ്റെ സിൽവർ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി ബഹുമാനപ്പെട്ട തോമസ് പാറത്തറ അച്ഛൻ്റെ കാലത്ത് ഒരു പ്രവേശന കവാടം പണി കഴിപ്പിച്ചു. 2018 മെയ് 26 അന്നത്തെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടകത്തിലച്ഛൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശ്രീ ജിജി കെ മൈക്കിൾ, ശ്രീ ആൻ്റണി T മുളപ്പാമടം എന്നിവരായിരുന്നു കൈക്കാരന്മാർ. മാമ്പുഴക്കരി ഇടവകയുടെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ഇവിടെ ദേവാലയ ശുശ്രൂഷയായി 65 വർഷങ്ങളോളം സ്തുത്യർഹമായ സേവനം ചെയ്ത ശേഷം ശ്രീ ഡൊമിനിക് തോമസ് തേവേരി 2022 ഡിസംബറിൽ വിരമിച്ചു. ഇടവകയിൽ 35 വർഷങ്ങളായി കണക്കനായി സേവനം ചെയ്ത ശ്രീ KM സേവർ കൊച്ചുപറമ്പിൽ 2023 ജൂലൈ 3 വിരമിച്ചു. മാമ്പുഴക്കരയിൽ ഒരു ദേവാലയം സ്ഥാപിതമായ കാലം മുതൽ ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്കായി പ്രവർത്തിച്ച എല്ലാ ബഹുമാനപ്പെട്ട വികാരിമാരെയും പ്രത്യേകം സ്മരിക്കുന്നു. മുൻപ് പേര് സൂചിപ്പിച്ചവരെ കൂടാതെ ഫാദർ ഫ്രാൻസിസ് വാണിയപ്പുരയ്ക്കൽ, ഫാദർ സക്കറിയാസ് കടപ്രാക്കുന്നേൽ, ഫാദർ വർഗീസ് വാണിയപ്പുരയ്ക്കൽ, ഫാദർ മാത്യു പുത്തനങ്ങാടി,
ഫാദർ ജെയിംസ് മുളയ്ക്കൽ, ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, ഫാദർ ജോസ് നീലത്തുമുക്കിൽ, ഫാദർ കുര്യൻ ഇലവുങ്കൽ VC, ഫാദർ ജോർജ് കളരിക്കൽ, ഫാദർ ആൻ്റണി പുല്ലുകാട്ട്, ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, ഫാദർ വർഗീസ് എടച്ചാത്ര, ഫാദർ ജോൺ കാര്യവേരി, ഫാദർ ജോസ് പാറശ്ശേരി, ഫാദർ ജോസഫ് കൊച്ചുചിറ എന്നിവരെ പ്രത്യേകം സ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം ഇടവകയുടെ വളർച്ചയ്ക്കായി തങ്ങളുടെ ജോലികൾ മാറ്റിവെച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിച്ച എല്ലാ കൈക്കാരന്മാരെയും ഹൃദയപൂർവ്വം സ്മരിക്കുന്നു. മുൻപ് പേര് സൂചിപ്പിച്ചവരെ കൂടാതെ ശ്രീ ചെറിയാച്ചൻ മരത്തിനാൽ, ശ്രീ ഐസക് ജോസഫ് കരുവേലിത്തറ 40, PT അപ്പച്ചൻ പനിക്കി, പേലിപ്പോസ് ചാക്കോ പനിക്കിയിൽ, ജേക്കബ് ഫിലിപ്പ് ചെമ്മുന്തറ, അലക്സാണ്ടർ എബ്രഹാം കരുവേലിത്തറ 40, ചാക്കോ ആൻ്റണി ആറുപറ, MS ചാക്കോ മാമ്പറമ്പ്, ചാക്കോ തോമസ് ആറുപറ, MD ഔസേപ്പ് മുളപ്പാമടം, ചാക്കോച്ചൻ വിലക്കോത്ത്, CP തോമസ് ചേന്നാട്ടുശ്ശേരി, അപ്പച്ചൻ പുറവടി, ഉമ്മച്ചൻ കരുവേലിത്തറ, തോമസ് വർഗീസ് ഇടയാടി, ജോസുകുട്ടി കൊച്ചുപറമ്പ്, ഐസക് തോമസ് കൈലാത്ത്, സജി സെബാസ്റ്റ്യൻ വിലക്കോത്ത്, VC ജോസഫ് പുത്തൻപറമ്പ്, ആൻഡോച്ചൻ കൈലാത്ത്, PT ജോസഫ് മുളപ്പാമ്പടം, മാത്യു തോമസ് പുത്തൻചിറ, ഇവരെയെല്ലാം പ്രത്യേകം സ്മരിക്കുന്നു. 8 വാർഡുകളിലെ 16 കൂട്ടായ്മകളിലായി 240ഓളം ഭവനങ്ങളുടെ കൂട്ടായ്മയായ മാമ്പുഴക്കരി ഇടവകയിൽ 3 വൈദികരും 10 സന്യാസിനികളും 3 വൈദിക വിദ്യാർത്ഥികളും സഭയ്ക്കായി സേവനം ചെയ്യുന്നു. സഭയോടും സഭാ നേതൃത്വത്തോടും ചേർന്ന് നിന്ന് ഇടവകയെ സധീരം നയിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി എബി പുതിശ്ശേരി അച്ഛൻ, SH കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ SH, സിസ്റ്റർ റീജ SH, സിസ്റ്റർ അനീറ്റ SH, കൈക്കാരന്മാരായ ശ്രീ ജിജി K മൈക്കിൾ, ശ്രീ ജോസി ഡൊമിനിക്, ദേവാലയ ശുശ്രൂഷി ശ്രീ സിബിച്ചൻ പുലീശ്ശേരി, അക്കൗണ്ടൻറ്റ് ശ്രീ തോമസ് കുട്ടി ജോസ്, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇടവക സമൂഹം വിശ്വാസത്തിൻ്റെ പാതയിൽ മുന്നേറുകയാണ്. മാമ്പുഴക്കരി പള്ളിയിലെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഫെബ്രുവരി 2-ാം ഞായറാഴ്ചയാണ് നടത്തപ്പെടുന്നത്. ജാതി മതഭേദമന്യേ ഈ പ്രദേശത്തിൻ്റെ ആകെ അമ്മയായ മാതാവിൻ്റെ തിരുനാൾ ഈ പ്രദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുള്ള ഈ ദേവാലയം ഈ ദേശത്തിനാകെ അനുഗ്രഹ പൂമഴ ചുരിഞ്ഞ് നിലകൊള്ളുന്നു.